തെറ്റായ വിവരമാണ്. തെറ്റാണ്. പിന്നെ വെറുതെ ആളുകൾ സമരം ചെയ്യും, കുട്ടികൾ കരയും, കുട്ടികൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഈ സിറ്റികൾ യാതൊരുവിധ ഇതുമില്ല. ഉറപ്പായിട്ട് പങ്കെടുക്കും. കാരണം ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ഒരു കാരണവശാലും ബഹിഷ്കരിക്കില്ല. ഞാൻ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് പറ്റാവുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് പറ്റാവുന്ന പ്രതിപക്ഷ നേതാക്കളും MLA-മാരോടൊക്കെ പങ്കെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെ രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും കേളുവിലേക്ക് മന്ത്രിസ്ഥാനം മാറിയപ്പോൾ ദേവസ്വം വകുപ്പ് എന്തിനാണ് കേളുവിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ ചെയ്തത് എന്നത് ഒരു തെറ്റായ തീരുമാനമാണ്. വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ ദേവസ്വം പോലത്തെ ഒരു വകുപ്പ് ഒരു കാരണവശാലും അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു. അതൊരു പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം, അത് വളരെ വലുതാണ്. സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചതുപോലുള്ളൊരു സമീപനമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ കാണിച്ചത്. കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള 8 പ്രാവശ്യം വിജയിച്ച് അവിടെ പാർലമെന്റിൽ എത്തിയ ഒരാളെ മറികടന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പ്രോട്ടൈം സ്പീക്കറാക്കിയത്. ഒരു അധികാരമുള്ള പോസ്റ്റല്ല പ്രോട്ടൈം സ്പീക്കർ, ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും സീനിയോറിറ്റി പരിഗണിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ എന്തുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ഒരു നീതിയാണ് നിഷേധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ മോഡി ഗവൺമെന്റിന്റെ സമീപനം ഇത് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും അത് നല്ല കാര്യം, സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിനെ. അങ്ങനെ ചെയ്ത മുഖ്യമന്ത്രി ഇക്കാര്യത്തിലും കൂടി ഒരു സമീപനം എടുക്കണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നുള്ള തീരുമാനമെടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ വരുമ്പോൾ അതിന് യാതൊരു വ്യത്യാസമില്ല. അത് പെടുത്തി സംവരണം കിട്ടുന്ന, ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമുദായങ്ങൾ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അർഹതപ്പെട്ട പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ അതൊരു നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് കോടതി കൂടി അത് പറഞ്ഞിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ട.